ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാരം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഭക്ഷ്യദിനം എത്തുന്നു. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഭക്ഷ്യദിനം ആചരിക്കുന്നത്. 1979 മുതലാണ് ഭക്ഷ്യദിനാഘോഷം ആരംഭിക്കുന്നത്. ലോകമഹായുദ്ധാനന്തരം ലോകമാകെ വ്യാപിച്ച കടുത്ത ഭക്ഷ്യക്ഷാമവും പ്രതിസന്ധിയും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായി മാറിയപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനും പട്ടിണിയിൽ നിന്നും മോചനം നേടുന്നതിനും വേണ്ടി ലോകജനതയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 1945 ഒക്ടോബർ 16 ഭക്ഷ്യകാർഷിക സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് ഈ സംഘടനയുടെ മുദ്രാവാക്യം. ലോകത്തെ 150-ൽ പരം രാജ്യങ്ങളിൽ ഈ ആഘോഷം നടക്കുന്നുണ്ട്. ഭക്ഷണം പാഴാക്കുന്നതിന് എതിരായ ബോധവൽക്കരണത്തിനാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഭക്ഷ്യദിനത്തിൽ പ്രാധാന്യം നൽകുന്നത്. അനാവശ്യമായി ആഹാര സാധനങ്ങൾ വാങ്ങി വലിച്ചെറിയുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നാം പാഴാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാര്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നാം മനസ്സിലാക്കുകയും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. അത് വളരെ ആദരവോടെ കഴിക്കാൻ അവരെ പഠിപ്പിക്കുകയും ഭക്ഷണം പാഴാക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ഭാവി. വിശപ്പുരഹിതമായ ഒരു ലോകത്തിനായി നമുക്കും ഈ ഭക്ഷ്യദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം. ഭക്ഷണം പാഴാക്കില്ലെന്ന് ഓരോ വ്യക്തിയും പ്രതിജ്ഞയെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്താൽ വിശപ്പുരഹിതമായ ലോകമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എളുപ്പമാകും. ഭക്ഷണം പാഴാക്കില്ലെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭക്ഷ്യദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം, അത് നടപ്പാക്കുകയും ചെയ്യാം. വിശപ്പ് രഹിത ലോകമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.